Hi friends, welcome to another episode of Dayalum. നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലീറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ കോമൺലി നമ്മളിപ്പോൾ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലതരത്തിലുള്ള പ്ലീറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മെയിൻലി ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നൈഫ് പ്ലീറ്റ് അല്ലെങ്കിൽ ബോക്സ് പ്ലീറ്റൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടെ മോഡേൺ കൺസെപ്റ്റിലേക്ക് വരാൻ നേരത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലീറ്റ്സാണ് കിങ്കുസി പ്ലീറ്റ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ റോൾഡഡ് പ്ലീറ്റ്സ്, മിലിറ്ററി പ്ലീറ്റ്സ്. അപ്പോൾ ഇങ്ങനത്തെ തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലീറ്റിനെ കുറിച്ച് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ആ പ്ലീറ്റ്സ്. ഓക്കെ, സോ വെൽക്കം ടു ദി വീഡിയോ. ഫസ്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യേണ്ടത് നൈഫ് പ്ലീറ്റ് നമുക്ക് ചെയ്യാം. നൈഫ് പ്ലീറ്റാണ് നമ്മൾ കോമൺലി എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന പ്ലീറ്റ്സ്. പിന്നീട് നമുക്ക് കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള പ്ലീറ്റ്സിലേക്ക് പോകാം. അപ്പം ഞാൻ എല്ലാ പ്ലീറ്റ്സും ചെയ്യുന്നത് ഇന്നൊരു റഫ് മെറ്റീരിയൽ, ഒരു സാധാ ഒരു ലൈനിങ് തുണി എടുത്തിട്ടുണ്ട്. ഈ മെറ്റീരിയലിൽ നമുക്ക് എല്ലാ പ്ലീറ്റ്സും ഒന്ന് നോക്കാം എങ്ങനെയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഞാൻ ഇതിൻ്റെ അകത്ത് എത്രയാണോ ലെങ്ത്ത് അത്ര ലെങ്ത്തിലും 1 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന പ്ലീറ്റ്സ് എല്ലാം 1 ഇഞ്ച് കൺസെപ്റ്റ് വെച്ചിട്ട് ആ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് സ്മോൾ പ്ലീറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് 1/2 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നൈഫ് പ്ലീറ്റ് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ, ഈ നൈഫ് പ്ലീറ്റ് നമുക്ക് എപ്പോഴും നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ × 3 വരുന്നത് ഫോൾഡ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ ഒരു പ്ലീറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാൻ നേരത്ത് അതിൻ്റെ അകത്ത് ഫോൾഡിങ്സിൻ്റെ കൗണ്ട് എപ്പോഴും 3 ആണ് വരുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ല. ഈ 1 ഇഞ്ച് നമ്മൾ 3 ഇഞ്ചിൽ കൊണ്ടുവരണം. അപ്പോൾ 1 ഇഞ്ച് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അത് നേരെ 3 ഇഞ്ചിൽ കൊണ്ടുവന്നു. ഇപ്പോൾ നമുക്കൊരു പ്ലീറ്റ് കിട്ടിയില്ലേ. നമ്മളിതൊന്ന് ജസ്റ്റ് പിൻ ചെയ്ത് പോകണം. നിങ്ങളെപ്പോഴും പ്ലീറ്റ്സ് എടുക്കാൻ നേരത്തിട്ട് ഇതേമാതിരി ഒരു ഇത് വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒന്നുകൂടെ എടുക്കേണ്ടി വരും. പിന്നെ എപ്പോഴും നമ്മൾ പ്ലീറ്റ്സ് എടുക്കുമ്പോഴത്തേക്കും അയൺ ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മെറ്റീരിയൽസൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഉണ്ടാവും. അപ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പ്ലീറ്റ് കിട്ടത്തില്ല. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലീറ്റ് എടുത്തു. സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യുക, ഈ 4th അല്ലേ, അപ്പോൾ 4th ഇഞ്ച് 6th ഇഞ്ചിൽ കൊണ്ടുവരിക, എന്നിട്ട് ഫോൾഡ് ചെയ്ത് പോവുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ എത്രയാണോ നമ്മുടെ ലെങ്ത്ത് മെറ്റീരിയലിൻ്റെ അത്രയും ലെങ്ത്തിൽ ഈ സെയിം പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോവുക. അപ്പോൾ നമുക്ക് നൈഫ് പ്ലീറ്റ് കിട്ടും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നില്ല, ബിക്കോസ് ഞാൻ ഓൾറെഡി എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മളുടെ നൈഫ് പ്ലീറ്റായിട്ട് വരുന്നത്. ഞാനിത് അയൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഏതെങ്കിലും ഒരു പ്ലീറ്റ് എടുത്തിട്ട് ഇതിൻ്റെ കൗണ്ട് വരാൻ നേരത്ത് നമുക്ക് നോക്കുമ്പോൾ 1 2 3 അതാണിത് × 3 എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്ലീറ്റ് നോക്കാം. നെക്സ്റ്റ് പ്ലീറ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് നൈഫ് പ്ലീറ്റ്. അത് നമ്മൾ അധികം അങ്ങ് യൂസ് ചെയ്യാറില്ല, ബിക്കോസ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ മെറ്റീരിയൽസ് ഉണ്ട്, പക്ഷെ നമുക്ക് അത്രയധികം പ്ലീറ്റിൻ്റെ ആവശ്യം വരത്തില്ല. സോ അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഈ ഡീപ്പ് നൈഫ് പ്ലീറ്റ് പോകുന്നത്. സോ അതിൽ ഇപ്പം നൈഫ് പ്ലീറ്റിൽ നമ്മൾ പറഞ്ഞത് × 3 ആണ് വരുന്നത് ഫോൾഡിങ്സ്. പക്ഷേ ഡീപ്പ് നൈഫ് പ്ലീറ്റിലേക്ക് പോകാൻ നേരത്ത് നമുക്ക് × 5 ആണ് ഫോൾഡിങ്സ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നേരത്തെ എടുത്ത് കളയേണ്ട ആവശ്യമില്ലായിരുന്നു, സെയിം തന്നെയാണ്. സോറി, ഫസ്റ്റ് പ്രോസസ്സ് സെയിം തന്നെ. ഫസ്റ്റ് നമ്മളൊരു നൈഫ് പ്ലീറ്റ് എടുത്തു. നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റ് വൺ എടുത്തു. ഇനി നമ്മൾ കൗണ്ട് ചെയ്യണം. കൗണ്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഫോൾഡിങ്സ് നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് നോക്കുന്നത് ഇപ്പോൾ എന്താണ് വിസിബിൾ അതാണ് നോക്കുന്നത്. ഇപ്പോൾ ഇത് ഫസ്റ്റ് ഇഞ്ച്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. അപ്പോൾ ഈ ഫസ്റ്റ് ഉള്ളത് നമ്മൾ 5th ഇഞ്ചിൽ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ അതേപോലെ ഇതെടുത്തിട്ട് ഈ ഫസ്റ്റ് എടുത്തിട്ട് 5th ഇഞ്ചിൽ കൊണ്ടുവന്ന് വെച്ചു. നമ്മൾ ഈ സേഫ്റ്റി പിൻ റിമൂവ് ചെയ്തിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തു, പിൻ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്, ഇപ്പം നമ്മൾ ഫസ്റ്റിൽ നമ്മളിപ്പോൾ നോക്കാൻ നേരത്തെ അതിനകത്ത് 5 ഫോൾഡിങ്സ് വന്ന് കാണും. ഇനി നമ്മൾ സെക്കൻഡ്, ഈ ഫസ്റ്റ് നമ്മൾ ഇനി നോക്കേണ്ട ആവശ്യമില്ല, സെക്കൻഡ്. അപ്പോൾ സെക്കൻഡ് സാധാരണ ഒരു നൈഫ് പ്ലീറ്റ് ആയിരിക്കും. നമ്മൾ നെക്സ്റ്റ് നൈഫ് പ്ലീറ്റും എടുത്തു. പിൻ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ സെക്കൻഡ് നൈഫ് പ്ലീറ്റ് വെച്ചിട്ട് കൗണ്ട് ചെയ്യണം. ഇപ്പോൾ 1 2 3 4 5
ഇതാണ് നമ്മുടെ 5 ഇഞ്ച് പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സെക്കൻഡ് പ്ലീറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് പോയിൻ്റ് എന്തിൽ കൊണ്ടുവരണം? ഈ 5th കൊണ്ടുവരണം. അപ്പം നമ്മൾ അതേവരെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഫിഫ്ത്തിൽ കൊണ്ടുപോയി വെച്ചു. നമുക്ക് ഈ പിന്നങ്ങ് ഊരിയിട്ട് ഒന്നുകൂടെ ക്ലിപ്പ് ചെയ്തു പോകും. സോ ഇതാണ് നമ്മുടെ ഡീപ്പ് നൈഫ് പ്ലീറ്റ് വരുന്നത്. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ വിസിബിളായിട്ടുള്ള ഒരു പോർഷൻ നോക്കാൻ നേരത്ത് അതൊരു സാധാ നൈഫ് പ്ലീറ്റ് തന്നെയായിരിക്കും. പക്ഷേ അതിൻ്റെ ബാക്കിൽ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ബാക്കിൽ നമ്മൾ കുറച്ചുകൂടെ ഫോൾഡിങ്സ് അധികം ഉണ്ടാവും. അതാണ് നമ്മുടെ ഡീപ്പ് നൈഫ് പ്ലീറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് ഞാനിവിടെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഡീപ്പ് നൈഫ് പ്ലീറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നോക്കിയാൽ ഫ്രണ്ട് പോർഷൻ എപ്പോഴും സിമിലർ ടു നൈഫ് പ്ലീറ്റ് ആയിരിക്കും. പക്ഷേ ബാക്ക് പോർഷൻ നോക്കിയാൽ ബാക്ക് പോർഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്ലീറ്റ് എടുത്തു. ഈ പ്ലീറ്റിൻ്റെ ഫോൾഡിങ്സ് നോക്കാൻ നേരത്ത് 1 2 3 4 5 ഫോൾഡിങ്സ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഡീപ്പ് നൈഫ് പ്ലീറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്ലീറ്റ് നമുക്ക് കിങ്കുസി പ്ലീറ്റും ഇപ്പോൾ ചില സ്കേർട്ടിലൊക്കെ കിങ്കുസി പ്ലീറ്റ് ഞാൻ കാണാറുണ്ട്. കിങ്കുസി പ്ലീറ്റും എല്ലാത്തിൻ്റെയും ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈഫ് പ്ലീറ്റ് തന്നെയാണ്. ഈ നൈഫ് പ്ലീറ്റ് നമ്മൾ പല രീതിയിൽ ചെയ്തു വരുമ്പോഴത്തേക്കും അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലീറ്റ്സ് ആകും. അത്രേ ഉള്ളൂ. അപ്പോൾ കിങ്കുസി പ്ലീറ്റ് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഏതാണോ വരുന്നത് ഈ ഫ്രണ്ട് പോർഷൻ്റെ മെറ്റീരിയലിൻ്റെ സെൻറ്റർ പോർഷൻ എടുക്കുക. ഈ സെൻറ്റർ പോർഷൻ എപ്പോഴും ഒരു ബോക്സ് പ്ലീറ്റ് ആയിരിക്കും. പിന്നീട് ബാക്കിയുള്ളതെല്ലാം സാധാരണ നൈഫ് പ്ലീറ്റ് തന്നെ വരും. അതാണ് കിങ്കുസി പ്ലീറ്റ് വരുന്നത്. സോ നമ്മളിവിടെ ഒരു സെൻറ്റർ പോർഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ ബോക്സ് പ്ലീറ്റ് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അപ്പോഴത്തേക്കും ബോക്സ് പ്ലീറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നൈഫ് പ്ലീറ്റിൽ 1 ഇഞ്ച് ഇട്ടിട്ടാണ് പോകുന്നത്. ഈ ബോക്സ് പ്ലീറ്റിൽ വരാൻ നേരത്ത് നമ്മൾ 2 ഇഞ്ചസ് അതേമാതിരി ഇടുക. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻസ് എല്ലാം നൈഫ് പ്ലീറ്റ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഫോർവേഡും ബാക്ക്വേർഡും ആയിട്ട് എടുത്തു പോവാം. അപ്പം ഞാനിപ്പോൾ നോക്കാൻ നേരത്ത് ഇതാണ് നമ്മുടെ 2 ഇഞ്ചസ് അതേമാതിരി ഇട്ടു. ഇങ്ങോട്ട് നമ്മളൊരു നൈഫ് പ്ലീറ്റ് എടുത്തു. സെയിം നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് സൈഡിലേക്കും ഒരു നൈഫ് പ്ലീറ്റ് എടുക്കുക. ഇപ്പം നമുക്കിവിടെ ഒരു ബോക്സ് പ്ലീറ്റ് കിട്ടി. ഇനി ഈ ബോക്സ് പ്ലീറ്റ്സ് എപ്പോഴും എടുക്കുന്നത് ബോക്സ് പ്ലീറ്റ് അല്ല നൈഫ് പ്ലീറ്റ് ആണെങ്കിൽ ഏത് പ്ലീറ്റ് ആകുമ്പോഴും എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ബാക്ക് പോർഷൻസ് എപ്പോഴും അറ്റാച്ച് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇതല്ലെങ്കിൽ കുറച്ച് കഴിയാൻ നേരത്ത് ഇങ്ങനെ ഡിറ്റാച്ച് ആയി വരും. അത് കാരണം എപ്പോഴും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊരു സേഫ്റ്റി പിൻ ഇങ്ങനെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കണം. പിന്നെ അയണും ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. സോ നമ്മൾ ഒരു ബോക്സ് പ്ലീറ്റ് എടുത്തു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് നമ്മൾ അടുത്തൊരു നൈഫ് പ്ലീറ്റ് എടുത്തു. ഇനി നമ്മൾ ഇവിടെ എന്തുവാ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ബാക്ക്വേർഡായിട്ട് ഒരു നൈഫ് പ്ലീറ്റ് എടുക്കണം. ഇങ്ങനെ വരും ഇത്. ഇനി നെക്സ്റ്റ് വൺ എന്തുവാ? നെക്സ്റ്റ് വൺ സെയിം പ്രോസസ്സ് തന്നെ. ഇങ്ങോട്ട് നമ്മളൊരു നൈഫ് പ്ലീറ്റ് എടുത്തു. ഇപ്പുറത്തെ പോർഷനിൽ തിരിച്ചു നമ്മളൊരു നൈഫ് പ്ലീറ്റ് എടുത്തു. സോ ഇതാണ് നമ്മുടെ ഒരു കിങ്കുസി പ്ലീറ്റിൻ്റെ ലുക്ക് വരുന്നത്. ഞാനിവിടെ ഓൾറെഡി ചെയ്തത് കാണിച്ചു തരാം. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഒരു ലുക്ക് വരുന്നത് കിങ്കുസി പ്ലീറ്റ്. സെൻറ്റർ പോർഷൻ എപ്പോഴും ഒരു ബോക്സ് പ്ലീറ്റ് ആയിരിക്കും. പിന്നെ ബാക്കിയെല്ലാം നൈഫ് പ്ലീറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സെയിം സിംഗിൾ ബോക്സ് പ്ലീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ ചെയ്ത മാതിരി തന്നെ ബോക്സ് പ്ലീറ്റ് തന്നെ. ഇപ്പോൾ ബോക്സ് പ്ലീറ്റ് എടുക്കാൻ നേരത്തെ എന്തുവാ? ഇവിടെ നമ്മളൊരു ഇങ്ങോട്ട് ഒരു നൈഫ് പ്ലീറ്റ് എടുത്തു. ഇങ്ങോട്ട് നമ്മളൊരു നൈഫ് പ്ലീറ്റ് എടുത്തില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? 2 ഇഞ്ചസ് ഇവിടെ വിട്ടിട്ട് ഇപ്പുറത്തെ സൈഡിലേക്കും ഒരു നൈഫ് പ്ലീറ്റ് എടുക്കണം. ഇവിടെ ഒന്ന് പിൻ ചെയ്തു. സെയിം തന്നെ ഇങ്ങോട്ട് നമ്മളൊരു
നൈഫ് പ്ലീറ്റ് എടുത്തു. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, 2 ഇഞ്ചസ് വിടുക. 2 ഇഞ്ചസ് വിട്ടിട്ട് നെക്സ്റ്റ് അപ്പുറത്തെ സൈഡിലേക്കും നമ്മളൊരു നൈഫ് പ്ലീറ്റ് എടുത്ത് പോയി. സെയിം ഇങ്ങനെ തന്നെ ഫുൾ ലെങ്ത്തിൽ നമ്മൾ ചെയ്തു പോകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, സിംഗിൾ ബോക്സ് പ്ലീറ്റ് കിട്ടും. ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിംഗിൾ ബോക്സ് പ്ലീറ്റ്. ഇവിടെ നോക്കി, ഇവിടെ എന്ന് ചെയ്യുമ്പോൾ ഇവിടെ ഒരു നൈഫ് പ്ലീറ്റ് ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ ഒരു നൈഫ് പ്ലീറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ സിംഗിൾ ബോക്സ് പ്ലീറ്റ്. ഇനി നമ്മുടെ ഒരു നെക്സ്റ്റ് വൺ ആണ് ഇൻവേർട്ടഡ് പ്ലീറ്റ്. ഇൻവേർട്ടഡ് പ്ലീറ്റ് എന്ന് പറയാൻ നേരത്ത് ഈ സിംഗിൾ ബോക്സ് പ്ലീറ്റ് തന്നെ എടുക്കുക. ഈ സിംഗിൾ ബോക്സ് പ്ലീറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഇതാണ് നമ്മുടെ ഇൻവേർട്ടഡ് പ്ലീറ്റ്സ്. ഇതിപ്പോൾ ചില യൂണിഫോമിൻ്റെ സ്കേർട്ടിലൊക്കെ ഇങ്ങനത്തെ പ്ലീറ്റ്സ് നമ്മൾ ചെയ്യാറില്ലേ, ഇതാണ് ഇൻവേർട്ടഡ് പ്ലീറ്റ്സ്. സോ ഇൻവേർട്ടഡ് പ്ലീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ സെയിം തന്നെ വരും. ഇതിപ്പോൾ ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ സിംഗിൾ ബോക്സ് പ്ലീറ്റ് എടുക്കുക, അതിൻ്റെ നേരെ മറിച്ച് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇൻവേർട്ടഡ് പ്ലീറ്റ്സ് കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് പ്ലീറ്റാണ് വരുന്നത് നമ്മുടെ ഡബിൾ ബോക്സ് പ്ലീറ്റ്. ഡബിൾ ബോക്സ് പ്ലീറ്റ് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഡബിൾ ബോക്സ് പ്ലീറ്റ് എന്ന് പറയാൻ നേരത്ത് സിംഗിൾ ബോക്സ് പ്ലീറ്റ് തന്നെയാണ് വരുന്നത്, പക്ഷേ അതിൻ്റെ സൈഡിൽ ഡബിൾ നൈഫ് പ്ലീറ്റ് നമ്മൾ വയ്ക്കും. ഇപ്പോൾ ഫസ്റ്റ് ഞാനൊന്ന് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു നൈഫ് പ്ലീറ്റ് എടുത്തു, ഒരെണ്ണം നമ്മളെടുത്തു. ഇനി എന്ത് ചെയ്യുക, ഡബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരെണ്ണം കൂടെ എടുക്കുക. ഇപ്പോൾ ഇവിടെ ഡബിൾ നൈഫ് പ്ലീറ്റ് വന്നില്ലേ. ഇനി ഇവിടെ നമ്മൾ 2 ഇഞ്ചസ് വിടുക. സെയിം തന്നെ അപ്പുറത്തും ചെയ്യുക. ഒരു നൈഫ് പ്ലീറ്റ് എടുത്തു. ഇനി നെക്സ്റ്റ് നൈഫ് പ്ലീറ്റ് എടുത്തു. സോ നമ്മൾ ഡബിൾ നൈഫ് പ്ലീറ്റ് വരും. ഇതിപ്പോൾ ഇതൊന്ന് വിട്ടുപോയി, ഞാൻ ഇപ്പോൾ ചെയ്തത് കാണിച്ചിട്ട്. ഇപ്പോൾ സോ ഇതാണ് ഡബിൾ ബോക്സ് പ്ലീറ്റ്. ഇതിനകത്ത് നമ്മൾ നോക്കാൻ നേരം ഇത് നോക്കിയാൽ ഡബിൾ നൈഫ് പ്ലീറ്റ് വരുന്നുണ്ട്, ഈ സൈഡിലും ഡബിൾ നൈഫ് പ്ലീറ്റ് വരുന്നുണ്ട്. സോ ഇതാണ് ഡബിൾ ബോക്സ് പ്ലീറ്റ് എന്ന് പറയുന്നത്. നോക്കാം. നെക്സ്റ്റ് നമുക്ക് വരുന്നത് റോൾഡർ പ്ലീറ്റ്സ് ആണ് വരുന്നത്. റോൾഡർ പ്ലീറ്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് ഈ ചെക്ക് ടൈപ്പ് സ്കേർട്ടൊക്കെ ചെയ്യാൻ നേരത്തെ റോൾഡർ പ്ലീറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. സ്മോൾ ആയിട്ട് കുറേ പ്ലീറ്റ്സ് വരും. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നൈഫ് പ്ലീറ്റ് ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ നൈഫ് പ്ലീറ്റ് നമ്മളെടുത്തു. റോൾഡഡ് എന്ന് പറയുമ്പോൾ തന്നെ റോൾ ചെയ്ത് വെക്കുന്നതല്ലേ, അപ്പോഴത്തേക്കും നമ്മൾ സാധാരണ ഒരു നൈഫ് പ്ലീറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഇത് അടിയിലേക്ക് 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തു. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്ത് അടിയിലേക്ക് വെച്ചു. ഇതാണ് നമ്മുടെ റോൾഡർ പ്ലീറ്റ്സ് വരുന്നത്. ഒന്നുകൂടെ പറയാം. ഇപ്പോഴത്തേക്കും ആദ്യമേ ഒരു നൈഫ് പ്ലീറ്റ് എടുത്തു. ഈ നൈഫ് പ്ലീറ്റ് എടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ 1/2 ഇഞ്ച് അകത്തേക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കും. ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോൾഡർ പ്ലീറ്റ്സ് കിട്ടും. ഇത് കുറേ ഇങ്ങനെ ചെയ്തു വരാൻ നേരത്ത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. സോ ഇതാണ് നമ്മുടെ റോൾഡർ പ്ലീറ്റ്സ് വരുന്നത്. ഇപ്പോൾ ഞാൻ പക്ഷെ അധികം തുണിയിൽ ചെയ്തിട്ടില്ല. സോ ഇങ്ങനെ കിട്ടും നമുക്ക്, കണ്ടോ. ഇതിനകത്ത് എല്ലാം ഇങ്ങനെ റോൾ ചെയ്ത് അകത്തേക്ക് വെച്ചിരിക്കുക. 1/2 ഇഞ്ച് വെച്ചിട്ട് റോൾ ചെയ്ത് അകത്തേക്ക് വെച്ചിരിക്കുക. ഇതാണ് നമ്മുടെ റോൾഡർ പ്ലീറ്റ്സ്. ഇനി നമ്മുടെ അവസാനത്തെ പ്ലീറ്റ്, അതാണ് നമ്മുടെ മിലിറ്ററി പ്ലീറ്റ്സ് എന്ന് പറയുന്നത്. സോ മിലിറ്ററി പ്ലീറ്റ്സ് എന്ന് പറയാൻ നേരത്ത് നമ്മൾ നൈഫ് പ്ലീറ്റ് എപ്പോഴും ബാക്ക്വേർഡായിട്ട് എടുത്ത് പോകണം. ഇപ്പം നമ്മൾ നേരത്തെ റോളർ പ്ലീറ്റ്സിൽ എടുത്തപ്പോഴത്തേക്ക് നമ്മൾ ഫോർവേഡായിട്ട് എടുത്ത് പോയത്, ഇത് നമ്മൾ ബാക്ക്വേർഡായിട്ട് എടുത്തു പോയി. ബാക്ക്വേർഡ് ഒരു നൈഫ് പ്ലീറ്റ് എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ 1/2 ഇഞ്ച് ഫോർവേഡായിട്ട് ഫോൾഡ് ചെയ്യണം. പിൻ ചെയ്തു. ഇപ്പം നമുക്കിങ്ങനെ കിട്ടിയില്ലേ, സെയിം തന്നെ.
ഇനി നെക്സ്റ്റ് വൺ എന്ത് ചെയ്യണം, നമ്മൾ നൈഫ് പ്ലീറ്റ് എടുത്തു ബാക്ക്വേർഡായിട്ട് എടുത്ത് അത് കഴിഞ്ഞിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഫോൾഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഫോർവേഡായിട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കണം. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഈ ഗ്യാപ്പ് ഉണ്ടാവത്തില്ല. ഇതിപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്ത് ശരിയാവാൻ ഗ്യാപ്പ് ഇല്ല. സോ ഇങ്ങനെ നമുക്ക് കിട്ടും. ഈ ഗ്യാപ്പ് ഉണ്ടാവത്തില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്തപ്പോഴത്തേക്കും ഇത് നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. സോ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്വേർഡായിട്ട് നൈഫ് പ്ലീറ്റ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 1/2 ഇഞ്ച് ഫോർവേഡായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് മിലിറ്ററി റോൾ പ്ലീറ്റ്സ് ആണെന്ന് തോന്നുന്നു, മിലിറ്ററി റോൾ പ്ലീറ്റ്സ് കിട്ടും. സോ ഞാനിവിടെ കാണിച്ചു തരാം. ഞാനിവിടെ ചെയ്ത നോക്കിയേ, ഇതിപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതാണ് മിലിറ്ററി റോൾ പ്ലീറ്റ്സ്. 1/2 ഇഞ്ച് വെച്ചിട്ട് വരും ഇങ്ങനെ. ഫ്രണ്ട് പോർഷനിൽ നമുക്ക് നോക്കാൻ നേരത്ത് 1/2 ഇഞ്ച്, പക്ഷേ കുറേ പ്ലീറ്റ്സ് ഉള്ളത് മാതിരി തോന്നും നമുക്ക്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്ലീറ്റ്സ് എന്ന് പറഞ്ഞാൽ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.